നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ സഭായകത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ സഭായകത്തിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ആലയത്തിൽ വന്ന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ സഭായകത്തിൻ്റെ അനുഗ്രഹത്തിനായി 92-ാമത്തെ സങ്കീർത്തനമാണ് നാം ഒരുമിച്ച് വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ഈ സങ്കീർത്തനം ആരെഴുതി എന്നത് ഇതിൻ്റെ ശീർഷകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് ദാവീദ് എഴുതി എന്നാണ് ഈ സങ്കീർത്തനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടനെക്കുറിച്ചും നീതിമാനെക്കുറിച്ചുള്ള അന്തരം നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഇതിനെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു നീതിമാന് ലഭിക്കുന്ന 5 അനുഗ്രഹങ്ങളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ എടുത്ത് പറയുന്നു. ഒന്നാമത്തെ അനുഗ്രഹം, നീതിമാൻ പന പോലെ തഴയ്ക്കും. രണ്ടാമത്തെ അനുഗ്രഹം, നീതിമാൻ ലെബാനോനിലെ ദേവദാരു പോലെ വളരും. 3, നീതിമാൻ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. 4, നീതിമാൻ വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. 5, നീതിമാൻ പുഷ്ടി വെച്ചും പച്ച പിടിച്ചുമിരിക്കും. ഒരു നീതിമാന് ലഭിക്കുന്ന 5 അനുഗ്രഹങ്ങളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ ഇവിടെ എടുത്ത് പറയുകയാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും. എന്താണ് ഒരു പനയെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു നീതിമാനെ പനയോട് ഉപമിപ്പാനുള്ള കാരണം? 3 കാരണങ്ങൾ പെട്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളുകൾ ആ കസേരയിൽ വെക്കാം. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഗായക സംഘത്തോട് ചേർന്ന് പാടി നാം ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്. എന്താണ് ഒരു പനയുടെ പ്രത്യേകത? പനയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, പന അത് മരുഭൂമിയിൽ വളരുന്നു. അപ്പോൾ തന്നെ പനയുടെ വേര് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്ന് വെള്ളമുള്ള സ്ഥലത്തു നിന്ന് വെള്ളത്തെ വലിച്ചെടുക്കുന്നു. എന്നതുപോലെ ഒരു ഭക്തൻ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കണം. ഒന്നുകൂടെ പറയാം, ഒരു പനയുടെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ഒരു ഭക്തൻ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കണം. ചെറിയ വിശ്വാസമല്ല. നമ്മുടെ അകത്ത് വിശ്വാസി എന്ന പേര് മാത്രമല്ല, നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം അത് പ്രവൃത്തിയിൽ നമ്മളത് തെളിയിക്കണം. വീട്ടിൽ വന്ന് യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകളുടെ കാര്യം പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിൽ നിന്ന് മറ്റൊരാൾ വന്നിട്ട് പറയുന്നു, യായിറോസേ, ഇനിയും ആ കാര്യം പറയണ്ട. ആ കാര്യത്തിനകത്തൊരു തീരുമാനമായി, നിന്റെ മകൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, യായിറോസേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു ജീവൻ പുറത്തു വന്ന് യേശു പറയുന്നു, യായിറോസേ, നീ വിശ്വസിച്ചാൽ നിന്റെ വീട് ഒരത്ഭുതമായി മാറുവാൻ പോകുക. ഇന്നത്തെ വിശുദ്ധ സഭായകത്തിൽ ജനത്തോട് പരിശുദ്ധാത്മ പറയുന്നു, നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ വീട് ഒരത്ഭുതമായി മാറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. എല്ലാ വീട്ടിലും നടക്കുന്നതല്ല, എല്ലാ വീട്ടിലും നടക്കാത്ത ഒരത്ഭുതം ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ അകത്ത് നടക്കുവാൻ പോകുകയാണ്. മറ്റുള്ളവർക്ക് അത്ഭുതം കൂറുമാറ് ഇന്നു വരെ നടക്കാത്ത ഒരു ദൈവ പ്രവൃത്തി. അതിന് എന്തു വേണം? ഇന്ന് പകൽ ആലയത്തെ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽ ഹല്ലേലൂയ വീടിൻ്റെ അകത്ത്, തലമുറയുടെ അകത്ത് ഇന്ന് പകൽ ഒരു അത്ഭുതം, ഇന്നു വരെ നടക്കാത്ത ഒരു അത്ഭുതം ഇവിടെ ഇരുന്നു കൊണ്ട് നാം വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ വീടിൻ്റെ അകത്ത്, തലമുറയുടെ അകത്ത് ഒരത്ഭുതം നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. മാർത്തയോട് കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പനയുടെ 2-ാമത്തെ പ്രത്യേകത, പന അത് തണൽ നൽകുന്നു. മരുഭൂമിയിലൂടെ നടന്നു വരുന്ന ഒരാൾക്ക് പനയുടെ ചുവട്ടിൽ അല്പസമയം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുളിർമയുണ്ടാകുന്നു, ഒരു ആശ്വാസമുണ്ടാകുന്നു, ഒരു ബലമുണ്ടാകുന്നു. എന്നതുപോലെ ഹല്ലേലൂയ, നമ്മൾ മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകണം, മറ്റുള്ളവർക്ക് നമ്മളൊരു തണലാകണം. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് മറ്റുള്ളവർക്ക് ബലമുള്ളതായി മാറണം, മറ്റുള്ളവരെ സ്വാന്തനിപ്പിക്കുന്നതാകണം, മറ്റുള്ളവരെ പണിയുന്ന വാക്കുകളായിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരാളെ പോലും മുറിപ്പെടുത്തുന്ന വാക്കുകൾ
വാക്കുകളാണ്. മുറിക്കാൻ എളുപ്പമാണ്, മുറിവ് കെട്ടാനാണ് പ്രയാസം. അതുകൊണ്ട് മറ്റൊരാളെ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്നതായിരിക്കണം, മറ്റുള്ളവരെ താങ്ങുന്നതായിരിക്കണം. അല്ലെങ്കിൽ വഴികരികിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യൻ, അതിലൂടെ ഒത്തിരി പേര് വന്നു, പുരോഹിതൻ വന്നു, ലേവ്യൻ വന്നു, അവരാരും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ഒരു നല്ല ശമീരക്കാരൻ വന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ അടുത്ത് കണ്ട വഴിയമ്പലത്തിൽ എത്തിച്ചതുപോലെ, സത്രത്തിൽ എത്തിച്ചതുപോലെ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ, വഴികരികിൽ മുറിവേറ്റ് കിടക്കുന്ന നമ്മുടെ ഹല്ലേലൂയ കൂട്ടുവിശ്വാസികൾ ആരെങ്കിലും മുറിവേറ്റ് കിടക്കുന്നുവെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് അല്പം എണ്ണയും വീഞ്ഞും പകർന്ന് അവരെ മുറിവ് കെട്ടുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ചെന്ന് ഒന്നുകൂടെ മുറിക്കുകയല്ല, ഒന്നുകൂടെ ഹല്ലേലൂയ അല്പം കൂടെ വ്രണം വലുതാക്കുകയല്ല. പിന്നെയോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അവരെ ഒന്ന് പണിയണം, അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം. നമ്മളെ അവിടെ അടുക്ക ചെല്ലുന്നത് തന്നെ, ഒരു വാക്ക് പറയുന്നതിനെ, ഒന്ന് പ്രാർത്ഥിക്കുന്നതിനെ അവർക്ക് ഒരാശ്വാസമാണ്. ഇന്ന് പകൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ കൂട്ടുവിശ്വാസികളെ, അല്ല എൻ്റെ ചുറ്റുപാടുകളിൽ, എൻ്റെ ദേശത്ത് ആരെങ്കിലും മുറിവേറ്റിട്ടുണ്ടോ? അവിടെ അടുക്കലേക്ക് ചെല്ലാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ഒരു അഭിഷേക ജനത്തിന്മേൽ പകരുകയാ. മൂന്നാമത്തെ പ്രത്യേകത, പനയുടെ മൂന്നാമത്തെ പ്രത്യേകത, പന ഉയരത്തിലേക്ക് വളരുന്നു. പനയുടെ ലക്ഷ്യം എപ്പോഴും ഉയരത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭക്തന്റെ പ്രത്യാശ മണ്ണിലല്ല, ഒരു പ്രത്യാശ മുന്നിലാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാ, ഒരു ഭക്തന്റെ പ്രത്യാശ എപ്പോഴും മണ്ണിലേക്ക് നോക്കിയല്ല, പിന്നെയോ ഭക്തന്റെ പ്രത്യാശ എപ്പോഴും വിണ്ണിലേക്ക്, സ്വർഗത്തിലേക്ക്, നിത്യതയാണ് ഒരു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ഇറങ്ങി തിരിച്ച ശിഷ്യന്മാര് ചോദിക്കുന്നു, കർത്താവേ, ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത്? ഈ മണ്ണിൽ നിന്ന് എന്താ ഞങ്ങൾക്ക് കിട്ടുന്നത്? കർത്താവ്, ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. യേശു അടുത്തത് പറഞ്ഞത്, ഇവിടെയല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയല്ല നിങ്ങൾ കരുതേണ്ടത്. നിങ്ങൾ കരുതേണ്ടത് സ്വർഗരാജ്യത്തിൽ പുഴുവെടുക്കാത്തത്, തുരുമ്പെടുക്കാത്തത്, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാത്തതുമായ ഒരു ഹല്ലേലൂയ നിക്ഷേപ നിങ്ങൾ സ്വർഗത്തിൽ കരുതിക്കൊള്ളുവേ. അപ്പോൾ നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്ന അറിയാമോ? സ്വർഗത്തിലിരിക്കും. ഒരു ഭക്തന്റെ പ്രത്യാശ ഉയരത്തിലേക്കായിരിക്കണം. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരെ വിട്ട് സ്വർഗരാജ്യത്തിലേക്ക് കയറി പോകുമ്പോൾ ഹല്ലേലൂയ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. യേശു അവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ ശേഷം രണ്ട് ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് പറയുന്നു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് കടന്നുപോയ ഈ യേശു നിങ്ങളെ ചേർക്കുവാൻ വേഗത്തിൽ വരുന്നു. ലോക സംഭവങ്ങൾ നമ്മെ അതാ വിളിച്ചറിയിക്കുന്നത്. നമ്മുടെ നാഥൻ വരാറായി, നമ്മുടെ കഷ്ടങ്ങൾ തീരാറായി, നമ്മുടെ വേദനകൾ തീരാറായി, നമ്മുടെ നിന്ദകൾ തീരാറായി, നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് പകൽ പ്രത്യാശയുള്ള ദൈവജന അധരങ്ങളൊന്ന് ചലിപ്പിക്കട്ടെ. ഇന്ന് പകൽ ഹല്ലേലൂയ ആ കരങ്ങളൊന്ന് അടിക്കട്ടെ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവുതൻ ഗംഭീര നാദത്തോട്, പ്രധാന ദൂതന ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ നമ്മുടെ ആത്മമണവാളനായ, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ മണവാളനെ ചേർക്കുവാൻ ഇതാ സമയം ആഗതമായി. ഹല്ലേലൂയ. അതിന്റെ മാറ്റൊലികള്, അതിന്റെ സംഭവങ്ങള് നമ്മുടെ കണ്ണിന് മുൻപേ പരിശുദ്ധാത്മാവ് വരച്ചു കാട്ടിയിരിക്കുമ്പോൾ ഇന്ന് പകൽ നാഥന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ജനം ഇന്ന് പകൽ ഗായിക സംഘത്തോടെ ചേർന്ന് ആ പ്രത്യാശയോടെ ഇന്ന് രാവിലെ പാട്ടുകൾ പാടി ഒരുമിച്ച് ദൈവത്തെ